January 26th, Republic Day of India. ഇന്ന് നമ്മുടെ 72nd റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ പിള്ളേർക്ക്? റിപ്പബ്ലിക് ഡേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത ഡേ ആണ്. നമുക്ക് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് നമുക്കറിയാം. ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് നവംബറിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റിനകത്ത് ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്? നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ ഇന്ത്യയിലുള്ള ആൾക്കാരെ ഭരിക്കണം, എന്തൊക്കെ ഗവൺമെൻറ്റിന് ചെയ്യാം, എന്തൊക്കെയാണ് നിയമങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും, നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ഡ്യൂട്ടീസും, ഇതും ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഡോക്യുമെൻ്റ്, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് ഇന്ത്യ ഇത്രയും കാലം, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള ഇത്രയും കാലം ഇന്ത്യ വന്നിരിക്കുന്നത് ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇത് ഇത്രയും കാര്യം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ദിവസമാണ് ജാനുവരി 26. അതുകൊണ്ടാണ് ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് വിളിക്കുന്നതും ഈ ദിവസം നമ്മൾ ആഘോഷിക്കുന്നതും. എങ്ങനെയാണ് റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്? ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും രാവിലെ. സ്കൂളുകളിലും ആംഡ് ഫോഴ്സസിൻ്റെ, ആർമിയുടെ, നേവിയുടെ എല്ലാ സ്കൂൾസിലും മാർച്ച് പാസ്റ്റുകളും ഒക്കെ രാവിലെ തന്നെ ഉണ്ടാവും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ റീത്ത് വെക്കും. എവിടെയാണ് റീത്ത് വെക്കുന്നത്? അമർ ജവാൻ ജ്യോതി, ഇന്ത്യ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതി എന്നുള്ളിടത്ത് പോയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ റീത്ത് വെക്കും. എന്തിനാണ് റീത്ത് വെക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ഇൻഡിപെൻഡൻസിനായിട്ട് ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് മരണമടഞ്ഞ അനേക സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ റീത്ത് ആദ്യം തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വെക്കുന്നത്. This is a sign of our love and respect to all the people who fought for the freedom of every Indian in the country. Okay? So ഇങ്ങനെയാണ് റിപ്പബ്ലിക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ TV ഓൺ ചെയ്തിരുന്നാൽ നിങ്ങൾക്കിതൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും അത് പോയിരുന്ന് കാണണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ സിംബിൾസ് കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ നാഷണൽ സിംബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ മോഡ്യൂളിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ പേരെന്താണെന്ന് അറിയാമോ? ഭാരത് ജനരാജ്യ. സോ ദി ഒഫീഷ്യൽ നെയിം ഓഫ് our country is ഭാരത് ജനരാജ്യ. നമ്മുടെ ഫ്ലാഗ് അറിയപ്പെടുന്നത് തിരംഗ എന്നാണ്. ഹൊറിസോണ്ടൽ, റെക്റ്റാങ്കുലർ, ട്രൈ കളറാണ് നമ്മുടെ ഫ്ലാഗ്. എന്ന് വെച്ചാൽ 3 കളേഴ്സുള്ള സെഗ്മെൻ്റാണ് നമ്മുടെ ഈ റെക്റ്റാങ്കുലർ ഫ്ലാഗ്. ഓരോ സെഗ്മെൻറ്റും ഈക്വലി സൈസ്ഡ് ആണ്. ഇതിലെ ടോപ്പ് പോർഷൻ ഡീപ്പ് സാഫ്രൻ, ഇടയ്ക്കത്തെ പോർഷൻ വൈറ്റും ഏറ്റവും താഴത്തെ പോർഷൻ ഇന്ത്യ ഗ്രീനുമാണ്. ഈ ഇടയ്ക്കത്തെ വൈറ്റ് പോർഷനിൽ നേവി ബ്ലൂ വീല്. ഈ വീലിനകത്ത് 24 സ്പോക്സ് ഉണ്ട്. ഈ വീലിൻ്റെ പേര് അശോക ചക്ര. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്. സർനാത്തിൽ സ്ഥിതി ചെയ്യുന്ന ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക ആണ് ഇന്ത്യയുടെ നാഷണൽ എംബ്ലം. 3 ഹെഡഡ് ലയൺ ആണ് നമ്മുടെ നാഷണൽ എംബ്ലം. നമുക്കൊക്കെ അതറിയാം അല്ലേ? ഇത് എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? നമ്മുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേയിൽ നമ്മൾ ജാനുവരി 26, 1950 ആണ് ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക നമ്മുടെ നാഷണൽ എംബ്ലമായിട്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത്. നമ്മുടെ എംബ്ലത്തിൻ്റെ താഴെ ഒരു മോട്ടോ ഉണ്ട്.
ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യമേവ ജയതേ. ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം ട്രൂത്ത് അലോൺ ട്രയംസ്. ഇത് നമ്മുടെ ഉപനിഷത്തിൽ നിന്ന്, അതിൻ്റെ ലാസ്റ്റ് ഹിന്ദു വേദാസിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വോട്ടാണ്. ഇതിൻ്റെ ട്രൂത്ത് അലോൺ ട്രയംസ് എന്ന് അർത്ഥമാകുന്ന സത്യമേവ ജയതേ എന്നുള്ളതാണ് നമ്മളുടെ നാഷണൽ മോട്ടോ. ഈ സെൻറ്റൻസ് നമ്മുടെ നാഷണൽ എംബ്ലത്തിൻ്റെ താഴെ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന എന്നുള്ള സോങ് ആണ്. അതിൻ്റെ അർത്ഥം ദൗ ആർട്ട് ദ റൂളർ ഓഫ് ദ മൈൻഡ്സ് ഓഫ് ഓൾ പീപ്പിൾ എന്നാണ് ജനഗണമന ഫസ്റ്റ് ലൈനിൻ്റെ മീനിങ്. ഇത് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിയിൽ എഴുതിയ ഒരു കോമ്പോസിഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് ആൻസ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ നാഷണൽ ആന്തമായിട്ട് ജാനുവരി 24, 1950 അഡോപ്റ്റ് ചെയ്തു. വന്ദേ മാതരം എന്ന പാട്ട് നമ്മളൊക്കെ വളരെ റെസ്പെക്റ്റോടെ കേൾക്കുകയും പാടുകയും ചെയ്യുന്ന ഒന്നാണ് അല്ലേ? അതിൻ്റെ അർത്ഥം ഐ ബൗ ടു ദീ ഓ മദർ എന്നാണ്. ഇതാണ് നമ്മുടെ നാഷണൽ സോങ്. നാഷണൽ ആന്തം ജനഗണമനായും നാഷണൽ സോങ് വന്ദേ മാതരം. വന്ദേ മാതരം ഒരു സാൻസ്ക്രിറ്റ് പോമാണ്. ഇത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി നോവൽ ആനന്ദമത് എന്ന നോവലിലാണ് ഇത് ഉള്ളത്. ഈ പോം ആദ്യമായിട്ട് പാടിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇത് പാടിയത് 1896 സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ്. ഈ ആദ്യത്തെ 2 വേഴ്സസ് നമ്മുടെ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ ആയിട്ട് 24 ജാനുവരി 1950 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു. അപ്പം നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഒരേ ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് 3 നാഷണൽ ഡേയ്സ് ആണുള്ളത്. റിപ്പബ്ലിക് ഡേ ജാനുവരി 26, ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15 ആൻഡ് ഗാന്ധി ജയന്തി, ഫാദർ ഓഫ് ദ നേഷനായ മഹാത്മാഗാന്ധി ഉണ്ടായ ഡേ ആണ് ഗാന്ധി ജയന്തി. അത് ഒക്ടോബർ 2. ഈ 3 ദിവസങ്ങളാണ് ഇന്ത്യയുടെ നാഷണൽ ഡേയ്സ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ഓത്ത് ഓഫ് അലീജിയൻസ് അല്ലെങ്കിൽ നാഷണൽ പ്ലെഡ്ജ് ആദ്യമായിട്ട് തെലുഗുവിലാണ് എഴുതപ്പെട്ടത്. ഇത് എഴുതിയത് വെങ്കട്ട സുബ്ബറാവ് എന്നൊരു ആളാണ്. 1962 എഴുതിയതാണ്. നമ്മുടെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷനാണ് ഈ പ്ലെഡ്ജ് എല്ലാ സ്കൂളുകളിലും പറയണം, പിള്ളേർ ഇത് പറഞ്ഞു വളരണം എന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്തത്. അപ്പോൾ സാധാരണ ഇന്ത്യൻസ് ഒരുമിച്ച് പബ്ലിക് ഈവൻസിലും സ്കൂളുകളിലും ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അങ്ങനെയൊക്കെയുള്ള സെലിബ്രേഷൻസിൽ പറയുന്ന പ്ലെഡ്ജാണ് നമ്മുടെ നാഷണൽ പ്ലെഡ്ജ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആ ഓത്ത്, അതിനെ വിളിക്കുന്നത് ഓത്ത് ഓഫ് അലീജിയൻസ്. ഇനി നിങ്ങൾ അധികം കണ്ടു കാണാൻ സാധ്യതയില്ലാത്ത ഒരു സാധനം ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ നാഷണൽ കൊക്കേഡ്. എന്താണ് കൊക്കേഡ് എന്ന് പറഞ്ഞാൽ? അത് ഒരു നോട്ട്, ഒരു കെട്ട്, റിബൺസ് കൊണ്ടുണ്ടാക്കിയത്. ഇത് ഒന്നുകിൽ സർക്യുലർ ആയിരിക്കും അല്ലെങ്കിൽ ഓവലിലായിരിക്കും ഷേപ്പ്. നല്ല വട്ടമോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പോ ആയിരിക്കും. നോട്ട് ഓഫ് റിബൺസ് ഓർ ക്ലോത്ത് ആയിരിക്കും. ഇത് എവിടെയാണ് വെയർ ചെയ്യുന്നത്? ഇത് ഹാറ്റിൽ, തൊപ്പിയിൽ കാണുന്ന ഒരു ഡെക്കറേറ്റീവ് നോട്ട് ഓഫ് റിബൺസ് ആണ് നമ്മൾ കൊക്കേഡ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്, ഹാറ്റിൽ വെക്കുന്നത്? ഇത് ഒരു സിമ്പിൾ ഓഫ് ഓഫീസ് അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, ഇതൊരു സിമ്പിളാണ്, ഒഫീഷ്യൽ സിമ്പിളാണ്. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ കൊക്കേഡാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏറ്റവും ഔട്ടർ സാഫ്രൻ, അകത്ത് വൈറ്റ്, പിന്നെയും അകത്ത് ഇന്ത്യ ഗ്രീൻ. നമ്മുടെ ഫ്ലാഗിൻ്റെ കളേഴ്സാണ് നമ്മുടെ നാഷണൽ
കൊക്കേഡിൻ്റെ കളേഴ്സും. ഇതിനെ വിളിക്കുന്നത് ഇന്ത്യൻ കൊക്കേഡ്. ഇത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ ഹാറ്റിൽ നോക്കണം. ഹാറ്റിൽ ഈ നാഷണൽ കൊക്കേഡ് കാണുന്നുണ്ടോ എന്ന് ഇനി മുതൽ ശ്രദ്ധിക്കണം. ദ ടൈഗർ, ദ ബംഗാൾ ടൈഗർ. നമുക്കൊക്കെ അറിയാം ബംഗാൾ ടൈഗർ നമ്മുടെ നാഷണൽ ആനിമൽ. ഇനി നമുക്കധികം അറിവില്ലാത്തൊരു കാര്യം, നമ്മുടെ നാഷണൽ ആനിമൽ ബംഗാൾ ടൈഗർ ആണ്. ഇനി ഒരു ആളും കൂടെയുണ്ട്, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ. അതാരാണെന്നറിയാമോ? ദ ഇന്ത്യൻ എലിഫൻറ്റ്. ഒക്ടോബർ 22 2010 ഇന്ത്യയുടെ എൻവയൺമെൻറ്റ് മിനിസ്ട്രിയാണ് എലിഫൻറ്റിനെ നാഷണൽ ഹെറിറ്റേജ് ആനിമലായിട്ട് ഡിക്ലെയർ ചെയ്തത്. നമ്മുടെ നാഷണൽ അക്വാറ്റിക് ആനിമൽ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിൻ. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞാൽ ഗാഞ്ചസ് റിവർ ഡോൾഫിൻ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ അക്വാറ്റിക് ആനിമൽ എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫിഷ്. നോക്കിക്കേ, റിവർ ഡോൾഫിൻ, നാഷണൽ അക്വാറ്റിക് ആനിമൽ. നാഷണൽ റെപ്റ്റൈൽ, ദ കിങ് കോബ്ര. കണ്ടോ? കിങ് കോബ്ര is the national reptile of India and it is considered a sacred animal in Indian culture. King Cobra, national reptile. നമ്മുടെ നാഷണൽ ബേർഡ് ആരാണെന്ന് നമുക്കൊക്കെ അറിയാം, ദ ഇന്ത്യൻ പീകോക്ക്. ഇനി എന്തിനാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പീകോക്കിനെ ബേർഡ് ആക്കിയത്, നാഷണൽ ബേർഡ് ആക്കിയതെന്ന് അറിയാമോ? ഇന്ത്യൻ പീകോക്കിൻ്റെ ദേഹത്തോട്ടൊന്ന് നോക്കി, എത്ര കളേഴ്സാണ്, എത്ര വിവിഡ് ബ്രൈറ്റാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടോ? അതുപോലെയാണ് ഇന്ത്യയിലുള്ള 29 സ്റ്റേറ്റ്സും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഒരുമിച്ച് വന്ന് ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ആകുന്നു നമ്മുടെ പീകോക്കിനെ പോലെ. അതുകൊണ്ട് നാഷണൽ ബേർഡായിട്ട് ഇന്ത്യൻ പീകോക്കിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫെബ്രുവരി 1 1963 ഡിക്ലെയർ ചെയ്തു. നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ ലോട്ടസ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ലോട്ടസിനെ വാട്ടർ ലില്ലി എന്നും വിളിക്കാറുണ്ട്. ഇനിയും ഇന്ത്യയുടെ മാത്രമല്ല, വിയറ്റ്നാമിൻ്റെ നാഷണൽ ഫ്ലവർ ലോട്ടസ് ആണേ. നമ്മുടെ ഇന്ത്യൻ ബാനിയൻ ട്രീ നമുക്കറിയാം, അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ വേറെ ട്രീസ് പൊട്ടി ഉണ്ടായി വരും. എന്നിട്ട് ഇത് ഒരു മരത്തിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ച് ഒത്തിരി മരങ്ങളുണ്ടായി ലാർജ് ഏരിയാസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു നല്ല ഭയങ്കര ഒരു ട്രീ ആണ് ഇന്ത്യൻ ബാനിയൻ ട്രീ. ഇതിൻ്റെ ഈ ഫീച്ചർ കാരണം, ഇതിൻ്റെ ലോങ്ങിവിറ്റിയും ഇതിൻ്റെ ദീർഘായുസ്സും ഒക്കെ കാരണം ഇതിനെ ഇന്ത്യൻ നാഷണൽ ട്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സിംബോളിക് ആണ്. അപ്പം ബാനിയൻ ട്രീ ഇമ്മോർട്ടലാണ്, മരിക്കത്തില്ല. അതുപോലെ തന്നെ ഇന്ത്യയും നീണ്ട് ആയുഷ്കാലം ഇരിക്കും എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെ സിംബോളിഫൈ ചെയ്തിട്ട് ഇന്ത്യൻ നാഷണൽ ട്രീ ഇന്ത്യൻ ബാനിയൻ. നമുക്കൊക്കെ അറിയാം നമ്മുടെ നാഷണൽ ഫ്രൂട്ട് മാംഗോ. ഇന്ത്യയുടെ നാഷണൽ റിവർ ഗാഞ്ചസ് കോടിക്കണക്കിന് ഇന്ത്യൻസിന് ജീവിതമാർഗമാണ്. ഗാഞ്ചസിൻ്റെ ബാങ്ക്സിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ബാങ്ക്സിൽ ജീവിക്കുന്നവർക്കൊക്കെ ലൈഫ് കൊടുക്കുന്ന ഒരു റിവറാണ് ഗംഗ അല്ലെങ്കിൽ ഗാഞ്ചസ്. സേക്രഡ് റിവറാണ്. നമ്മുടെ ആൾക്കാർ ഗാഞ്ചസിനെ ദൈവമായിട്ട് വർഷിപ്പ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാഷണൽ റിവർ ദ ഗാഞ്ചസ് അല്ലെങ്കിൽ ഗംഗ. ഹോക്കി ഇസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഹോക്കി നാഷണൽ ഗെയിം. അപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യയും ഇന്ത്യയുടെ നാഷണൽ സിംബിൾസും ഏറെക്കുറെയൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ പല പ്രാവശ്യം കണ്ട് നിങ്ങൾ ഫെമിലിയർ ആകുക. നമ്മുടെ ഇന്ത്യയുടെ ഹെറിറ്റേജും നമ്മുടെ ഇന്ത്യയുടെ ഇമ്പോർട്ടൻറ്റ് സിംബിൾസും നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ പിള്ളേരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് go back and watch once more until you remember the names of our national symbols. So happy Republic Day to every one of you out there. God bless the country and God bless you and me. Bye-bye.